അതെ, നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബജ്ജി ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ബജ്ജിക്കായിട്ട് ആദ്യം കുറച്ച് കടലമാവ് വേണം. അതുപോലെ തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ കുറച്ച് ജീരകം വേണം ഫ്ലേവറിന്. കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലോർ എല്ലാം ആവശ്യത്തിനാണേ. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ദേ ഈ പരുവത്തിൽ നല്ല തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പം ഇനി ഒരു ശകലം നമ്മുടെ എള്ള് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം എല്ലാവരും എൻ്റെ കൊച്ചടുക്കളയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ ഉള്ളൂ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്ത് കോരാം. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് ഇത് കൊടുക്കാൻ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ആയിരിക്കും, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം. അപ്പം അടിപൊളി സാധനമാണ്. അപ്പോൾ ഓക്കെ, ബായ്.